നമസ്കാരം, വെൽക്കം ടു മസ്കറ്റ് മദേഴ്സ്. മസ്കറ്റ് മദേഴ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണ നമ്മളൊരു മെഡിക്കൽ ചെക്കപ്പ് ചെയ്യുമ്പോൾ അതിലൊന്നും ഉൾപ്പെടുത്താത്ത ഒരു ഭാഗമാണ് പല്ല് എന്ന് പറയുന്നത്. പക്ഷെ ഒരു പല്ലുവേദന വന്നാലോ ഓർക്കാൻ കൂടെ വയ്യ. അപ്പോൾ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മസ്കറ്റിലെ പുറത്തിലുള്ള വൈറ്റ് സ്മൈൽ ഡെന്റൽ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ഹഫ്സ ബാനുവാണ്. വെൽക്കം ടു മസ്കറ്റ് മദേഴ്സ്. Welcome, Slika. I'm glad to be here to be part of Muscat Mothers. Please have a seat. Thank you. My pleasure. ഡോക്ടർ, നമ്മൾ പല്ല് എന്ന് പറയുമ്പോൾ തന്നെ ഫസ്റ്റ് നമുക്ക് ഓർമ്മ വരുന്നത് പല്ല് വേദനയാണ്. നോർമൽ നമ്മുടെ പല്ലിൻ്റെ എല്ലാ പ്രശ്നങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നതും പല്ലുവേദനയിലൂടെയാണ്. പെട്ടെന്ന് നമുക്കൊരു പല്ലുവേദന വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതെങ്ങനെയാണ് ഒരു ഫസ്റ്റ് എയ്ഡ് എന്നുള്ള രീതിയിൽ നമുക്ക് എന്തൊക്കെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റും? Okay. First of all, ഇത് നമ്മൾ പല്ലിൻ്റെ ഈ സ്ക്രീനിങ് ഒക്കെ ചെയ്യാറില്ല. ഡെന്റൽ സ്ക്രീനിങ് ആരും ചെയ്യാറില്ല. ഹെൽത്ത് സ്ക്രീൻ എല്ലാവരും ഭയങ്കര തീർച്ചയായിട്ടും 6 months ഒരു വർഷത്തിൽ എല്ലാവരും പ്രാവശ്യം ചെയ്യും. പക്ഷെ ഒരു വേദന പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എങ്ങനെ ആയിരിക്കും അത്. പക്ഷേ ഫസ്റ്റ് എയ്ഡ് പറഞ്ഞാൽ ബേസിക്കലി ഒരു ബ്രൂഫിൻ ഒരു പാരസിറ്റമോൾ അങ്ങനെയാണ് എല്ലാവരും എടുക്കുന്നത്. പക്ഷേ യു ഹാവ് ടു ഗോ ടു എ ഡെന്റിസ്റ്റ്. അതിലെ എന്താണ് പ്രശ്നം, എന്തിനാ വേദന തുടങ്ങിയത്, അതൊക്കെ വേണ്ടി അറിയാൻ വേണ്ടി യു ഹാവ് ടു ഗോ ടു എ ഡെന്റൽ ചെക്കപ്പ് ഫസ്റ്റ്. നോർമലി നമ്മളൊരു ഹോം റെമഡി എന്നുള്ള നിലയിൽ ചില ആൾക്കാർ ക്ലോവ് വെച്ച് കഴിഞ്ഞാൽ മാറും, ഉപ്പുവെള്ളം ഗാഗിൾ ചെയ്ത് കഴിഞ്ഞാൽ പോകും എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ കോട്ടൺ വെച്ചിട്ടൊക്കെ. അതിനെക്കുറിച്ച് എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത്? ക്ലോവിലെ ഇത് ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്. വേദന കുറയാൻ വേണ്ടി ആരോഗ്യ ക്ലോവ് അകത്ത് ക്യാവിറ്റിനകത്ത് ഇങ്ങനെ ഇട്ടാൽ പെട്ടെന്ന് അത് ഒരു സൂതിങ് ഇഫക്റ്റ് വരും. പക്ഷെ അത് പെർമനൻറ്റ് സൊല്യൂഷൻ ഒന്നുമില്ല. അതൊക്കെ വേണ്ടി പെർമനൻറ്റ് സൊല്യൂഷൻ എന്തിനേ ആ ഹോൾ ഉണ്ട്, എന്തിനേ ആ ക്യാവിറ്റി ഉണ്ട്, അത് നോക്കാൻ വേണ്ടി അത് ചെക്ക് ചെയ്യാൻ വേണ്ടി ഡെഫിനറ്റ്ലി ഒരു ചെക്കപ്പ് ചെയ്യുമ്പോൾ മനസ്സിലാവുള്ളൂ. നോർമലി നമ്മൾ ഇപ്പോൾ ഒരു ഏജ് ഓവറാകുന്നതിനനുസരിച്ച് ആഫ്റ്റർ 40s or 50s റെഗുലറായിട്ട് എല്ലാവരും ഒരു ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നോർമലി എല്ലാവരും റെക്കമെൻഡ് ചെയ്യാറുണ്ട്. പക്ഷെ ആ ഒരു സിറ്റുവേഷൻ വരുമ്പോഴും നമ്മൾ ആരും പല്ലിനെ കുറിച്ച് ആലോചിക്കാറേ ഇല്ല. നോർമലി പല്ലുവേദന വരുമ്പോഴോ പല്ലിനൊരു പോട് വരുമ്പോഴോ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ മാത്രമാണ് നമ്മൾ പല്ലിനെ കുറിച്ച് ആലോചിക്കുന്നത്. അതിന് എന്താണ് ഡോക്ടർക്ക് അതിന് പറയാനുള്ളത്? അങ്ങനത്തെ ഡിസിപ്ലിൻ ഇതുവരെ വന്നിട്ടില്ല. അങ്ങനത്തെ ഡിസിപ്ലിൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായ നമുക്ക് പിന്നെ എല്ലാം ശരിയാവും. ബിക്കോസ് എല്ലാവർക്കും അറിയാം ഒരു ദിവസത്തിൽ 2 പ്രാവശ്യം ബ്രഷ് ചെയ്യണം. ഓക്കെ, പക്ഷെ എങ്ങനെയാണ് ബ്രഷ് ചെയ്യുന്നത്, എന്താണ് കറക്റ്റ് ഫ്ലോസിങ്, എന്താണ് മൗത്ത് വാഷ്, എന്തിനെ നമ്മൾ ഈ ഇതൊക്കെ യൂസ് ചെയ്യുന്നത്, അതിന് ഒരു ഡിസിപ്ലിൻ ഇതുവരെ വന്നിട്ടില്ല. അതിക്ക് വേണ്ടി ഇതൊക്കെ തുടങ്ങുന്നത്. സാധാരണ നമ്മൾ കുട്ടികളിൽ മാത്രമല്ല അഡൾട്ട്സിലും ക്യാവിറ്റീസ് കാണാറുണ്ട് അല്ലേ? കുട്ടികളാകുമ്പോഴും നമ്മൾ പറയും സ്വീറ്റ്സ് കൂടുതൽ കഴിച്ചിട്ടാണ് അവരുടെ പല്ല് കേട് വന്നതെന്ന് പറയും. മുതിർന്നവരിലും ഉണ്ടാവാറുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? അപ്പോൾ പിള്ളേരുടെ ഇങ്ങനെ ലൈഫ് സ്റ്റൈൽസ് ഭയങ്കര ഡിഫറെൻറ്റ്, ഡയറ്ററി ഹാബിറ്റ്സ് ഭയങ്കര ഡിഫറെൻറ്റാണ്. സ്വീറ്റ്സ് ആൻഡ് ചോക്ലേറ്റ്സ്, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ക്യാൻഡീസ് അങ്ങനെയൊക്കെ കാണും. പക്ഷേ അഡൾട്ട്സിനെ ആകുമ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈലാണ്. അതുപോലെ കാർബോണേറ്റഡ് ഡ്രിങ്ക്സ്, they have different habits, smoking, tobacco, this thing, and so many things which they do not pay importance to. അപ്പോൾ ഇങ്ങനത്തെ സ്വീറ്റ്സും ഫാറ്റി ഓർ മോർ ഓയിലി ഓർ എനിത്തിങ് ഓഫ് ദാറ്റ് സോർട്ട്, മോർ അബ്രഷൻ അങ്ങനത്തെ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കൂടുതൽ ഫ്രൂട്ട് ജ്യൂസസ് അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ അത് വേറെ ടൈപ്പിൻ്റെ അബ്രേഷൻ, ഇറോഷൻ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരും ഡെന്റലിൽ. നമ്മൾ പല്ല് ക്ലീനിങ്ങും ഈ ക്യാവിറ്റീസും തമ്മിൽ എങ്ങനെയാണ് കണക്ഷൻ? പല ക്ലീനിക്കുള്ള റൂട്ടീൻ ക്ലീനിങ്. നമ്മൾ നോർമലി നമ്മൾ 2 times ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഓറൽ ഹെൽത്ത് ആയി എന്നുള്ളൊരു വിശ്വാസം കൂടുതലാണ് നമുക്ക്. അപ്പോൾ ഈ ഓറൽ ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? 2 times ബ്രഷിങ് ഇനഫ് ആണോ? ഓക്കെ, എല്ലാവർക്കും അറിയാം ഒരു ദിവസം 2 പ്രാവശ്യം ഇങ്ങനെ ബ്രഷ് ചെയ്യണം. പക്ഷേ അതിന് എത്ര സമയമാണ് എല്ലാവരും കൊടുക്കുന്നത് അത് ആർക്കും അറിഞ്ഞൂട. ഫ്ലോസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്, മൗത്ത് റിൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. രാവിലെ ഇങ്ങനെ ബ്രഷ് ചെയ്യുമ്പോൾ എല്ലാവരും തിരക്കിലാണ് എല്ലാവരും ബ്രഷ് ചെയ്ത് പോകുന്നത്. പക്ഷേ നമ്മൾ രാത്രി കഴിച്ച ശേഷം ഹൗ മച്ച് ടൈം വുഡ് യു സ്പെൻഡ് ബിഹൈൻഡ് ബ്രഷിങ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ തന്നെയാണ് നമ്മുടെ സലൈവറി ഫ്ലോ ഭയങ്കര കുറവാണ്. സോ അങ്ങനെയാണ് ക്യാവിറ്റി ഇൻഫെക്ഷൻ അങ്ങനെ ബാക്ടീരിയ പൂളാവാൻ തുടങ്ങുന്നത്. സോ അതിന് ഒരു ഡിസിപ്ലിൻ വേണം. പിള്ളേരെ ആയാലും അഡൽട്ട്സ് ആയാലും എല്ലാവർക്കും ആ ഡിസിപ്ലിൻ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ബെറ്റർ ആയിരിക്കും. ഈ ബ്രഷിങ് കുറേ നേരം ബ്രഷ് ചെയ്തുകൊണ്ട് പല്ല് ക്ലീൻ ആവുക അങ്ങനെയുണ്ടോ? അല്ലെങ്കിൽ ഇത്ര ടൈം? 2 minutes മാത്രം, 2 minutes ഇസ് ദ മാക്സിമം. ഒരു ടൈമർ വെച്ചിട്ട് നിങ്ങൾ ചെയ്താൽ പിന്നെ ഒരു പ്രശ്നമില്ല. പക്ഷേ പ്രഷറും ഉണ്ട്. എങ്ങനത്തെ പ്രഷർ നിങ്ങൾ യൂസ് ചെയ്യും, ഇങ്ങനത്തെ ബ്രഷാണ്, ഇത് ബ്രിസിലാണ്, ഹാർഡ്, മീഡിയം, സോഫ്റ്റ്, ഇങ്ങനത്തെ ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. അത് ഡിപ്പെൻഡ്സ് മോസ്റ്റ്ലി ഓൺ ദാറ്റ്.
ഓക്കെ ഈ സെൻസിറ്റീവ് ഗമ്മൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും, ടീത്തിന് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും ഒരേ ടൈപ്പ് ബ്രഷ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്? ഡോക്ടർ എന്താണ് അപ്പോൾ റെക്കമെൻഡ് ചെയ്യുക അങ്ങനെയാകുമ്പോൾ? അപ്പോൾ ഫോർ ദ റീസൺ ഫോർ സെൻസിറ്റിവിറ്റി ഇസ് ബിക്കോസ് സെക്കൻഡ് ലെയർ ഇസ് ഓൾറെഡി എക്സ്പോസ്ഡ്. നമുക്ക് ഫസ്റ്റ് ലെയർ ഇനാമലാണ്. ഇനാമൽ ഇസ് ദ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഓഫ് ദ ബോഡി. അപ്പോൾ സെക്കൻഡ് ലെയർ ആകുമ്പോൾ ഇസ് കുറച്ചുകൂടെ യെല്ലോയിഷ് ബ്രൗണിഷ് ആണ്. സോ കൂടുതൽ ഇങ്ങനെ ഫോഴ്സ് ചെയ്താലും ബ്രിസിൽ ഹാർഡായിട്ട് യൂസ് ചെയ്താലും ഓവർ ദ ഇയേഴ്സ് സെൻസിറ്റിവിറ്റി കൂടും. And again, same thing, lifestyle changes. So you have to use something called soft or circular motions while you brush the teeth. Normally നമ്മൾ ഇങ്ങനെ ഒരു horizontal motion ഒരു angular motion നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ sensitive tooth പ്രശ്നമുണ്ടെങ്കിൽ we can use the circular motion and a bit more softer bristle. നമ്മൾ സാധാരണ ഒരു ബ്രഷ് യൂസ് ചെയ്യുമ്പോൾ മാക്സിമം അതിനെ യൂസ് ചെയ്തിട്ടാണ് അത് കളയുക, പിന്നെ അടുത്ത ബ്രഷ് എടുക്കുള്ളൂ. ഈവൻ മോർ ദാൻ 6 months ഒക്കെ ഒരു ബ്രഷ് യൂസ് ചെയ്യുന്നുണ്ട്, 1 year യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം. എങ്ങനെയാണ് അതിൻ്റെ ഒരു കാലയളവ് എന്ന് പറയുന്നത്? ഒരു ബ്രഷ് നമുക്ക് Listen to your brush, I think. See the aesthetics of your brush. Brush in the maximum I feel at least 3 months. That's kanitella. Plus in case if you have a flu or infection, please change the brush immediately. Otherwise really infection podi avundra. Please do not share your brushes also. നോർമലി നമ്മൾ ഈ ബോഡി ചെക്കപ്പ് ഒക്കെ വരും, എല്ലാവരും പറയാം ആഫ്റ്റർ 40s or 50s റെഗുലർ ചെക്കപ്പ് അത്യാവശ്യമാണെന്ന് പറയും. അപ്പം നമ്മൾ ഈ ഡെന്റൽ ചെക്കപ്പ് എവിടെയും നമ്മൾ കാണാറില്ല. ഈ പാക്കേജിന് ഉള്ളിലായി കഴിഞ്ഞാലും ഉൾക്കൊള്ളിച്ചിട്ടായി കഴിഞ്ഞാലും എല്ലാണ്ടായി കഴിഞ്ഞാലും ആരും നോർമലി ഡെന്റൽ കെയർ അങ്ങനെ കൊടുക്കുന്നത് കാണാറില്ല. എന്തുവാണ് ഡോക്ടർക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഡെന്റൽ ആസ് സച്ച് ഇങ്ങനെ ഒരു ഫിയർ ഉണ്ട്, എല്ലാവർക്കും ഒരു ഫിയർ ഉണ്ട്, ഫിയർ ഓഫ് ദി അൺനോൺ. അപ്പോൾ നമ്മൾ അവിടെ പോയി ചെയ്താൽ നമുക്ക് വേദന വരുമോ, ഇഞ്ചെക്ഷൻ, ഡെന്റിസ്റ്റ് എങ്ങനെയുണ്ട്, എന്തെങ്കിലും എക്സ്പെൻസീവ്, എത്ര എക്സ്പെൻസീവ് കാണുമോ. അപ്പോൾ കൂടുതൽ ഇൻഷുറൻസ് അങ്ങനെ ഡെന്റൽ they do not cover that package as such. Which is always better than cure. It will become more expensive if you avoid it. So it's better. Okay. പിന്നെ നമ്മുടെ ഈ പല്ലിൻ്റെ കെയറിങ്ങിനെ കുറിച്ചിട്ട് എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത്? നമ്മളിപ്പോൾ ഒരു നോർമൽ ഡയറ്റ് ചെയ്യുമ്പോഴായി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഒരു റീസെൻ്റ്ലി ലൈഫ് സ്റ്റൈൽ തന്നെ കുട്ടികളുടേതായി കഴിഞ്ഞാലും ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫുഡ് അതൊക്കെ എത്രത്തോളം നമ്മുടെ ഹാംഫുൾ ആണ് നമ്മുടെ ടീത്തിന്? Fiber rich food and use a lot of water. Increase your saliva. Saliva flow കുറയുമ്പോൾ ആണ് ഈ ഇൻഫെക്ഷൻ, ഈ സ്റ്റിക്കിനെസ് എൻ്റെ വായിൽ എങ്ങനെ തുടങ്ങുന്നത്. വാട്ട് എവർ യു ഈറ്റ് ഗെറ്റ് സ്റ്റക്ക് ഇൻ ടു യുവർ മൗത്ത്. സോ വൺസ് യു വാഷ് യുവർ മൗത്ത്, യു ബ്രഷ് ഒബ്വിയസ്ലി ആഫ്റ്റർ ഈറ്റിംഗ്, പിന്നെ വായ ഇങ്ങനെ വാഷ് ചെയ്താൽ പിന്നെ അങ്ങനത്തെ ഒരു പ്രശ്നം വരില്ല. And always, that is the reason, again, importance of discipline, importance of a routine checkup every 6 months especially. Every 6 months is always important. നിങ്ങൾ ക്ലീൻ ചെയ്യുമ്പോൾ ഇങ്ങനെ പ്ലാക്കും ടാറ്റർ പോകാറില്ല. നമ്മൾ ഫ്രണ്ടിൽ അങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ ഓക്കെ എല്ലാം ശരിയായെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ അകത്തുള്ള ടാറ്ററും പ്ലാക്ക് അങ്ങനെ പോകാൻ ആണെങ്കിൽ യു ഹാവ് ടു കം ടു എ ഡെന്റിസ്റ്റ് ടു പ്രോപ്പർലി ക്ലീൻ ആൻഡ് പോളിഷ് യുവർ ടീത്ത്. ഇപ്പോൾ ഡോക്ടർ ക്ലീനിങ്ങിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ പൊതുവേ പറയും ഇങ്ങനെ ക്ലീൻ ചെയ്തോളിക്കും നമ്മുടെ പല്ലിന് ഇനാമൽ നഷ്ടപ്പെടും എന്നുള്ളൊരു, അതിനെക്കുറിച്ച്? ഡെന്റൽ ചെക്കപ്പിൽ ഡെന്റിസ്റ്റ് ആസ് സച്ച് അങ്ങനെ കൂടുതൽ മഷി വോട്ട് എവർ യൂസേജ് ഇസ് ദെയർ, അത് അങ്ങനെ ഒരു ഇനാമലിലെ ഒരു പ്രശ്നം കാണില്ല. കാൽക്കുലസും ടാർട്ടർ അതിനെയാണ് മോസ്റ്റ്ലി ഫോക്കസ് ചെയ്യുന്നത്. സോ ഇത് ഒരു മിസ്കൺസെപ്ഷനാണ്. ബ്ലീഡിങ് കാണുമ്പോൾ ഓ എൻ്റെ നാവൽ പോയി കാണും, അതൊക്കെ വേണ്ടി ഇതിങ്ങനെ ബ്ലീഡിങ് ഒക്കെ കാണുമ്പോൾ അത് ആക്ച്വലി എ മിസ്കൺസെപ്ഷൻ. അത് ചെയ്തില്ലെങ്കിൽ ആ റിസെഷൻ തുടങ്ങും, ജിഞ്ചാവൽ റിസെഷൻ, ഗം റിസെഷൻ തുടങ്ങി താഴോട്ട് പോകുമ്പോൾ ആ പല്ല് ആടാൻ തുടങ്ങും, പിന്നെ ആ പല്ലും പോകും. സോ ദർ ഈസ് നോ പോയിന്റ് ബീങ് ഫിയർ ഓഫ് ക്ലീനിങ്. നമുക്കിപ്പോൾ ഒരു പനി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യും. സാധാരണ ഒരു പല്ല് വേദന വന്നാലൊക്കെ മാക്സിമം നമ്മൾ നമ്മുടെ വീട്ടിലെ ഹോം റെമഡീസ് വെച്ചിട്ട് അത് ചെയ്യാൻ നോക്കും. അപ്പോൾ നമ്മൾ ഏത് ഏജ് മുതൽ നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം? ഇപ്പോൾ ഒരു അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടി ഒരു നോർമൽ റുട്ടീൻ ചെക്കപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ ഏത് ഏജ് മുതൽ സ്റ്റാർട്ട് ചെയ്യണം അത്? ഫ്രം ദ ഇൻഫൻറ്റ് ഓഫ് ഫസ്റ്റ് പല്ല് വായനകത്ത് കാണുമ്പോൾ തന്നെ യു ക്യാൻ അറ്റ്ലീസ്റ്റ് നോ ദാറ്റ് അത്ര ഇമ്പോർട്ടൻസ് എന്താണ്, എങ്ങനെ മദറായിട്ട് എങ്ങനെ ക്ലീൻ ചെയ്യും. കുട്ടികളിങ്ങനെ ബ്രഷ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആ ബ്രഷിംഗ് ഹാബിറ്റ് എങ്ങനെയുണ്ട്. ഫ്രം 7 years of age the child should go for a dental checkup. 7 years. From 7 years we can have a proper knowledge. ആ ജോ എങ്ങനെയുണ്ട്, ആ പല്ല് എങ്ങനെ വരാറുണ്ട്, വായനകത്ത് എന്തെങ്കിലും പ്രിക്കോഷണറി മെഷർ നമുക്ക് എടുക്കാറുണ്ടോ. ബിക്കോസ് പാൽ പോലെ പറയല്ലേ മിൽക്ക് ടൂത്ത്, എല്ലാവരും വിചാരിക്കുന്നത് ഇത് ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞാൽ പുതിയത് വരും അങ്ങനത്തെ. ദാറ്റ് ഇസ് എ ബിഗ് മിസ്അണ്ടർസ്റ്റാൻഡിങ് വിച്ച് ദേ ആർ ഹാവിങ്. അപ്പം പിള്ളേരെ പല്ലില്ലെങ്കിൽ പിന്നെ എങ്ങനെ ചെവിക്കും? ഹൗ വിൽ ദേ ഈറ്റ്? ദിയർ സ്പീച്ച് വിൽ ബിക്കം എ പ്രോബ്ലം.
പിന്നെ പല്ല് പോയ ശേഷം പിന്നെ പുതിയ പല്ല് വരുമ്പോൾ നേരെ വരുള്ളൂ. then again you have to do the treatment to make it straight. alignment Alignment and all that. So always whenever parents also should take that much time to show the child how to brush, like how the parents are, the child also will do the same way. നമ്മളിങ്ങനെ മൊബൈൽ ഇങ്ങനെ യൂസ് ചെയ്താൽ നമ്മുടെ പിള്ളേർ എങ്ങനെ മൊബൈൽ യൂസ് ചെയ്യില്ലേ, അങ്ങനത്തെ സെയിം അത് ഹാബിറ്റ് ഒരു മിമിക് ചെയ്യും. അപ്പം നമുക്ക് വീട്ടിലറിയാം മമ്മി ഡാഡി ഈസ് ഡൂയിങ് ബ്രഷിംഗ് എവറി ഡേ, സോ വി ഓൾസോ ഹാവ് ടു ബ്രഷ്.